ലാസ്റ്റ് ഡേ വന്നിട്ടുള്ളൊരു വാർത്തയാണ് 11 ക്ലബ്ബുകൾ AFFിൻ്റെ പ്രസിഡൻറ്റിനൊരു കത്തയച്ചു. ഒരു ഷട്ട് ഡൗൺ ത്രട്ടനിങ് എന്ന നിലയിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് പോകുന്നതെങ്കിൽ തങ്ങൾക്ക് അടച്ചുപൂട്ടേണ്ടി വരുമെന്നുള്ള നിലയ്ക്ക് പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബയ്ക്കാണ് ഇത് അയക്കുന്നത്. 11 ക്ലബ്ബുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതിലില്ലാത്ത 2 ക്ലബ്ബുകൾ കൊൽക്കത്ത ക്ലബ്ബുകളായിട്ടുള്ള മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളുമാണ്. ബാക്കിയുള്ളവരാണ് ഇങ്ങനത്തെ ഒരു മൂവ് നടത്തുന്നത്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മൂവ് നടത്തി എന്നുള്ളത് അറിയില്ല. നിലവിലത്തെ സിറ്റുവേഷൻ വേഴ്സ്റ്റാണ്, അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി FSDLന് ഈ ഒരു മൂവിൽ എന്തെങ്കിലും ഒരു പങ്കുണ്ടോ കാര്യങ്ങൾ? കാരണം FSDL അതുപോലെ AFFുമായിട്ട് ഇപ്പോൾ ഒരു ഡീലിലെത്താത്തതുകൊണ്ടാണല്ലോ ഇപ്പോൾ MRAയുടെ പുതുക്കൽ നടക്കാതിരുന്നത്. അതിൻ്റെ കഥകൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം ആദ്യം പുതുക്കാമെന്ന ഇതുമായിട്ട് വന്ന സമയത്ത് AFF ഒന്ന് കടുംപിടുത്തം പിടിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നതാണ്. അവർ കൂടുതൽ പണമൊക്കെ ആവശ്യപ്പെട്ടു. പിന്നീട് അതേ തുക മതിയെന്ന് പറഞ്ഞ് AFF വന്ന സമയത്ത് FSDL ഷെയർ എന്ന് പറയുന്നൊരു പരിപാടിയായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് 2 കൂട്ടരും ഈ പറഞ്ഞ AFF പറയുന്ന കാര്യത്തിൽ FSDL പറയുന്ന കാര്യത്തിൽ AFFും റെഡിയാകാതെ പോയതാണ് ഇത് മുന്നോട്ട് പോകാനൊരു കാരണമായത്. പിന്നീട് സുപ്രീം കോടതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പിന്നെയും ഇത് ഒലയ്ക്കുന്നൊരു തരത്തിലേക്ക് പോയി. അപ്പോൾ ഈ ക്ലബ്ബുകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാകേണ്ടത്? ഈ FSDL ഇല്ലെങ്കിൽ ഇവർ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ട് നിൽക്കില്ലേ? ചിലപ്പോൾ FSDLും ISLും ഒക്കെ ആയിരിക്കും അവരുടെ ഉറപ്പ്. ശരി, നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം FSDLോ AFFോ അല്ല ലീഗ് നടത്തേണ്ടത്. അപ്പം ലോകത്തിലെ ഒരു 95% ലീഗുകൾ നടത്തുന്നത് ക്ലബ്ബുകൾ ഫോം ചെയ്തിട്ടുള്ളൊരു ബോഡി ചേർന്നിട്ടാണ്. അതിന് പല വിധത്തിലുള്ള ബെനിഫിറ്റുകളും ഉണ്ട് ക്ലബ്ബുകൾക്കാണെങ്കിലും, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒക്കെ. ഇപ്പോൾ FSDLനേക്ക് ഒരു മാർക്കറ്റിംഗ് പാർട്ട്ണർ എന്ന നിലയിൽ നിർത്തിക്കൊണ്ട് ആ തരത്തിലൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തെയൊക്കെ പറ്റി നമ്മൾ മുമ്പ് സംസാരിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു ക്ലബ്ബുകളുടെ മൂവ് കാണുന്ന സമയത്ത് ആ ഒരു പോസിബിലിറ്റിയെ പറ്റി ചിന്തിക്കേ വേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ISL ഫ്രാഞ്ചൈസികളെ ഞാൻ ഫ്രാഞ്ചൈസികളെന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. അവരെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇത് എപ്പോഴും ഒരു തുമ്മിയാത്തെറിക്കുന്നൊരു മൂക്കെന്ന നിലയിലാണ് അവരുടെ പല കാര്യങ്ങളും. കാരണം പല വിധത്തിലുള്ള ഡിമാൻഡ്. ഇപ്പം FSDL ഇല്ലെങ്കിൽ ISL ക്ലബ്ബുകൾ പറഞ്ഞ പോലെ ത്രട്ടനിങ് എന്ന് പറയുന്നൊരു കാര്യം ഷട്ട് ഡൗൺ ചെയ്യുന്ന തരത്തിലേക്കൊക്കെ മുന്നോട്ട് വന്നല്ലോ. ഇതിനു മുമ്പ് തന്നെ പറയുന്നൊരു കാര്യമാണ് റെലഗേഷൻ ഒഴിവാക്കണം. റെലഗേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരില്ല. ഈ പ്രൊമോഷൻ റെലഗേഷൻ എന്നൊക്കെ പറയുന്നത് ഫുട്ബോൾ ലീഗിൻ്റെ പാർട്ടായിട്ടുള്ളതാണ്. അപ്പോൾ ടോപ്പ് ടയറിൽ നിന്നിട്ട് റെലഗേഷൻ പാടില്ല എന്ന് പറയുന്നത് തന്നെ ഒരു ബുദ്ധിശൂന്യതയാണ്. അതിപ്പം ഒരു 3, 4, 5 വർഷം കഴിഞ്ഞിട്ട് പോലും അവർക്ക് ഓക്കെ അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം വേണമെന്ന് ആരും പറയുന്നില്ല, അതിനു പോലും ഓക്കെ അല്ല എന്ന് പറയുന്നതാണ് പറയുന്നത്. ഇതിൽ വേറെ സൈഡുണ്ട്, നമ്മുടെ ലീഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് ഉണ്ടാകുക എന്ന് പറയുന്നൊരു ഫാക്ടർ, അതിലാണ് വർക്ക് ചെയ്യേണ്ടത്. അതല്ലാണ്ട് ISL മാത്രം നല്ല സെറ്റാക്കി വെച്ച് ഗ്ലാമറൈസ് ചെയ്തിട്ട് താഴോട്ടുള്ള ലീഗുകൾക്കൊക്കെ ഒരു വിലയും നൽകാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവിടെയും ഇപ്പം ലീഗ് സെക്കൻഡ് ഡിവിഷനും അതിൻ്റേതായുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണകരമാകുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ കൊൽക്കത്ത ക്ലബ്ബുകൾ എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ കഥ തന്നെ പറയേണ്ടി വരും. അതിനുവേണ്ടി നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ തന്നെ ചെയ്യാം. അതായത് കൊൽക്കത്ത ഫുട്ബോൾ ഏതൊക്കെ തരത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന് അതൊരു ബാഡ് ആയിട്ടുള്ള രീതിയിൽ അഫക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. ഇപ്പം ഒരുപാട് കൊൽക്കത്ത ഫുട്ബോൾ ആരാധകരുണ്ടാകും, മീൻ ക്ലബ്ബുകളെ സ്നേഹിക്കുന്ന ആരാധകരുണ്ടാകും. എനിക്ക് ഇവരുടെ പല കാര്യങ്ങളിലും ഇഷ്ടപ്പെടാത്ത ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഇന്ത്യൻ ഫുട്ബോളിനെ ഡയറക്റ്റായിട്ട് തന്നെ ബാധിക്കുന്നത്. അത് ഇപ്പോൾ തുടങ്ങിയതല്ല, അത് സഞ്ജീവ് ഗോയങ്കോ അല്ലെ ഇമാമി ഗ്രൂപ്പോ തുടങ്ങിയതല്ല. അത് കാലാകാലങ്ങളായിട്ട് പതിറ്റാണ്ടുകൾ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതിൽ ഇപ്പം ISL ക്ലബ്ബുകൾ ഒരു തരത്തിൽ ബാധിക്കുന്നുണ്ടെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ലീഗ് ക്ലബ്ബുകളോ അല്ലെങ്കിൽ നാഷണൽ ലീഗ് കളിച്ചിരുന്ന ക്ലബ്ബുകളോ ഒക്കെ തന്നെ ബാധിച്ചിട്ടുള്ളൊരു ഫാക്ടറാണ്. പിന്നെ ഈ ക്ലബ്ബുകളൊക്കെ ഇത് നിർത്തിപ്പോകാമെന്ന് പറയുന്ന രീതിയിൽ നിൽക്കുമ്പം ISLനാണ് ഈ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത്. എന്തുകൊണ്ട് യൂത്ത് ഫുട്ബോളിൻ്റെ കാര്യം അല്ലെ വുമൺസ് ഫുട്ബോളിൻ്റെ കാര്യം, ഇങ്ങനത്തെ വിഷയങ്ങളിലും ഇവർക്കൊരു പ്രതിബദ്ധത ഇല്ലേ എന്ന് പറയുന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു FSDLൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളൊരു മൂവ് ആണോ എന്ന് പറയുന്നത്. ഇതാണ് ഫ്രാഞ്ചൈസി മോഡലിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അപ്പോൾ ഒരു പുതുതായിട്ടൊരു ക്ലബ്ബ് തുടങ്ങി വരിക എന്ന് പറയുന്നൊരു ഫാക്ടറൊക്കെ വരുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ലാഭം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഫുട്ബോളിനോടുള്ളൊരു പാഷൻ എന്ന് പറയുന്നൊരു ലെവലിലാണ് ലോകത്തിൽ എല്ലാ ക്ലബ്ബുകളും ഉണ്ടാകപ്പെടുന്നത്. ഫ്രാഞ്ചൈസി ആയിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സിസ്റ്റം തന്നെ വേറെയാണ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ISLനെ ഒരു തരത്തിൽ അങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും താഴോട്ടുള്ള അല്ലെ വുമൻസ് ഫുട്ബോളിന് തൊട്ട് എല്ലാത്തിനും അത് ബാധിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോകുന്നു എന്ന് പറയുന്നത് ഒരു
മോശപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി AFF കഴിഞ്ഞ ദിവസം ക്ലബ്ബുകളെയൊക്കെ കൂട്ടി വിളിച്ചിട്ട് എല്ലാം ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള തരത്തിൽ ഒരു വാഗ്ദാനമൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നൊരു വാർത്തയാണ് ഇവർ U-ടേൺ എടുത്തു. AFF ഒരു താൽക്കാലിക സൊല്യൂഷൻ ഇത് കണ്ടെത്താം. ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ MRA പുതുക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ നിൽക്കുന്നതെന്നുള്ളതാണുള്ള വാർത്ത. അപ്പം അതിനാണൊരു ടെമ്പററി സൊല്യൂഷൻ കണ്ടെത്താമെന്ന് പറഞ്ഞിരുന്നത് AFF. ഇപ്പം ക്ലബ്ബുകളുടെയൊക്കെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്. പക്ഷേ ഇപ്പം അവർ വാക്ക് മാറ്റി. അത് AFFൻ്റെയൊക്കെ ഒരു സ്വഭാവമാണല്ലോ. എന്തുകൊണ്ടാണ് ഒരു ലാഗ് അടുപ്പിക്കുന്നത് എന്നുള്ള കാര്യം അറിയത്തില്ല. ഇനി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇങ്ങനൊരു വിധി ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും റീഎലക്ഷൻ നടക്കും, ഇവിടെ പലരുടെ സ്ഥാനം പോകുമെന്നുള്ളതാണ് ഒരു വിഷയം എന്നുള്ളത് അറിയത്തില്ല. എന്താണെങ്കിലും ഈ വരുന്ന വെള്ളിയാഴ്ച ഇതുമായി ബന്ധപ്പെട്ടിട്ട് കോടതി ഈ ചില കാര്യങ്ങൾ പരിഗണിക്കുമെന്നുള്ള വാർത്ത ഒക്കെ വരുന്നുണ്ട്. അപ്പം കോടതിയുടെ അമിക്കസ് ക്യൂരി ഈ പ്ലേയേഴ്സ് ഇത് കാരണം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ശമ്പളമായിട്ട് തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അത് കോടതി അറിയിക്കും എന്നുള്ള സംഭവമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള തരത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് വിധി വരാനും കാര്യങ്ങളൊക്കെ ഒരു നീക്കുപോക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല സ്ഥിരം പല്ലവിയാണ്, നീണ്ടു പോകുന്നതാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിക